പിണറായി സർക്കാരിന് വൻ തിരിച്ചടി. IAS ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റത്തിൽ ഇടപെട്ട CAT. അജിത് കുമാറിന്റെ എക്സൈസ് കമ്മീഷണർ സ്ഥാനമടക്കം നഷ്ടമാകും. സംസ്ഥാനത്തെ IAS ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട നടപടികളിൽ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ഇടപെടൽ സർക്കാരിന് വലിയ തിരിച്ചടിയായി. IAS ഓഫീസേഴ്സ് അസോസിയേഷൻ നൽകിയ ഹർജിയിൽ 2014 കേഡർ നിയമനങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ട്രിബ്യൂണൽ ഉത്തരവിട്ടു. B. അശോക് കുമാറിനെ മാറ്റിയതുൾപ്പെടെയുള്ള 3 സ്ഥലംമാറ്റ ഉത്തരവുകൾ കോടതി റദ്ദാക്കി. IAS ഉദ്യോഗസ്ഥരുടെ തസ്തികകളിൽ കേഡർ ഇതര ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് CAT വ്യക്തമാക്കി. നിലവിൽ എക്സൈസ് കമ്മീഷണറായ MR അജിത് കുമാറിന് ഈ ഉത്തരവ് വലിയ തിരിച്ചടിയാകും. എക്സൈസ് കമ്മീഷണർ സ്ഥാനം IAS കേഡർ തസ്തികയാണെന്നും അവിടെ IAS ഉദ്യോഗസ്ഥരെ മാത്രമേ നിയമിക്കാവൂ എന്നും ട്രിബ്യൂണൽ നിരീക്ഷിച്ചു. ഇതോടെ അജിത് കുമാറിനെ എക്സൈസ് കമ്മീഷണർ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യേണ്ടി വരും. കില IMG ഡയറക്ടർ സ്ഥാനങ്ങളും IAS കേഡർ തസ്തികകളാണെന്നും CAT ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. IAS ഉദ്യോഗസ്ഥരുടെ സേവന വ്യവസ്ഥകളിലും സ്ഥലമാറ്റങ്ങളിലും രാഷ്ട്രീയ താൽപര്യങ്ങൾ കടന്നുകൂടുന്നത് തടയുന്നതാണ് ഈ ഉത്തരവെന്നാണ് CAT വ്യക്തമാക്കുന്നത്. കേഡർ നിയമനങ്ങൾ ലംഘിച്ചുള്ള നിയമനങ്ങൾ സർക്കാരിന്റെ അധികാര പരിധിക്ക് പുറത്താണെന്നും ട്രിബ്യൂണൽ ഓർമ്മിപ്പിച്ചു. വിധി നടപ്പിലാക്കുന്നതോടെ സംസ്ഥാനത്തെ പ്രധാന തസ്തികകളിൽ വലിയ അഴിച്ചുപണിക്ക് സാധ്യതയുണ്ട്. IAS ഉദ്യോഗസ്ഥരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്ന് വ്യക്തമാക്കുന്ന ഈ വിധി ഭരണതലത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻ ഗവൺമെന്റ് ഡയറക്ടർ ജനറൽ പദവിയിൽ നിന്ന് മുൻ ചീഫ് സെക്രട്ടറി K. ജയകുമാർ, എക്സൈസ് കമ്മീഷണർ പദവിയിൽ നിന്നും അജിത് കുമാർ തുടങ്ങിയവർ ഒഴിയേണ്ടി വരും. IAS ഉദ്യോഗസ്ഥരുടെ നിയമനത്തിനും സ്ഥലം മാറ്റത്തിനും സിവിൽ സർവീസസ് ബോർഡിന്റെ അനുമതി നിർബന്ധമാണെന്നും അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലെ ജസ്റ്റിസ് സുനിൽ തോമസ്, അഡ്മിനിസ്ട്രേറ്റീവ് അംഗം V. രമ മാത്യു എന്നിവർ നിർദ്ദേശിച്ചു. ഫലത്തിൽ സംസ്ഥാന സർക്കാരിന് കനത്ത തിരിച്ചടിയാണ് ട്രിബ്യൂണൽ ഉത്തരവ്. IAS ഓഫീസേഴ്സ് അസോസിയേഷനും ഡോക്ടർ B. അശോക് IASുമാണ് ട്രിബ്യൂണലിനെ സമീപിച്ചത്. B. അശോകിനെ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ കമ്മീഷണർ പദവിയിൽ നിന്ന് നീക്കിയ സർക്കാരിന്റെ നടപടി ട്രൈബ്യൂണൽ നേരത്തെ റദ്ദാക്കിയിരുന്നു. ഇത് ഇന്നത്തെ ഉത്തരവിൽ ശരിവെച്ചു. നിലവിലുള്ള പദവിയിൽ B. അശോക് കാലാവധി പൂർത്തിയാക്കിയതിനാൽ ചട്ടപ്രകാരം സർക്കാരിന് തീരുമാനമെടുക്കാമെന്നും ട്രിബ്യൂണൽ പറഞ്ഞു. നേരത്തെ തദ്ദേശ വകുപ്പ് പരിഷ്കരണ കമ്മീഷനായി നിയമിച്ചത് ചോദ്യം ചെയ്താണ് B. അശോക് ട്രിബ്യൂണലിനെ സമീപിച്ചത്. സംസ്ഥാന സർക്കാരിനുള്ള ചോദ്യങ്ങൾ അവിടം കൊണ്ട് തീരുന്നില്ല. റാങ്ക് ലിസ്റ്റ് വന്ന് 9 മാസം കഴിഞ്ഞിട്ടും ആലപ്പുഴ ജില്ലയിലെ 1ാം റാങ്ക് ജേതാവിന് പോലും നിയമനം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് PSC LP സ്കൂൾ ടീച്ചർ ഉദ്യോഗാർത്ഥികൾ ആലപ്പുഴ DD ഓഫീസിന് മുന്നിൽ സമരം നടത്തി. LP റാങ്ക് ലിസ്റ്റിൽ കപ്പലണ്ടി പൊതിഞ്ഞ് നൽകിയ ഉദ്യോഗസ്ഥർക്ക് പ്രതിഷേധം രേഖപ്പെടുത്തി. മെയ് 31-നാണ് ലിസ്റ്റ് നിലവിൽ വന്നത്. 6 ജില്ലകളിൽ മാത്രമാണ് 1ാം സ്ഥാനക്കാരന് നിയമനം ലഭിച്ചത്. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് ആദ്യ വർഷം തന്നെ 100-ലേറെ പേർക്ക് നിയമനം ലഭിച്ച സ്ഥാനത്താണ് ഇത്തവണ ഉദ്യോഗാർത്ഥികൾക്ക് ഈ ദുർവിധി. എറണാകുളം, പത്തനംതിട്ട, മലപ്പുറം, കോട്ടയം, തൃശൂർ, തിരുവനന്തപുരം എന്നീ ജില്ലകളിൽ മാത്രമാണ് ആദ്യ റാങ്കുകാർക്ക് നിയമന ശുപാർശ ലഭിച്ചത്.